മണ്ണിടിച്ചിലിനെ തുടർന്ന് അർജുൻ ഉൾപ്പെടെ 3 പേരെ കാണാതായ ശിരൂരിൽ വൈകാരികമായ നിരവധി രംഗങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കുന്നത്. ദുരന്തത്തിൽ ഇനിയും കണ്ടെത്താനുള്ള ജഗന്നാഥിനു വേണ്ടി കുടുംബം ഗംഗാവലി പുഴയോരത്ത് മരണാനന്തര ചടങ്ങുകൾ വരെ നടത്തി. പ്രതീക്ഷയറ്റ ജഗന്നാഥന്റെ കുടുംബം ദിവസവും ഇവിടെ എത്തി വിശ്വാസത്തിന്റെ ഭാഗമായി വിളക്ക് കത്തിക്കുന്നു. ചന്ദനത്തിരിയും തെളിയിക്കുകയാണവർ. ശിരൂർ ദുരന്തത്തിൽ അർജുനൊപ്പം കാണാതായ 2 പേര് കൂടിയുണ്ട്. അത് ലോകേഷും ജഗന്നാഥുമാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ജഗന്നാഥിന് വേണ്ടി അദ്ദേഹം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ലക്ഷ്മണന്റെ കടയിലെ 20 വർഷമായി ജോലി ചെയ്യായിരുന്ന ജഗന്നാഥിന് വേണ്ടി അവരുടെ കുടുംബം അദ്ദേഹത്തിന്റെ ശാന്തിക്കായാണ് ഇത്തരത്തിലൊരു കർമ്മം ചെയ്യുന്നതെന്ന് പറയുന്നു. എല്ലാ ദിവസവും ഇദ്ദേഹം ഇവിടെ എത്തി ഇവിടെ വിളക്ക് വെക്കുകയും ഒപ്പം ചന്ദനത്തിരി ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഇവിടെ കത്തിക്കുകയും ചെയ്യും. ഏതായാലും അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, അണ്ണ നീ ಏನು ಮಾಡುದು ಇಲ್ಲಿ ಸರ್ ನೆನಪಿಗಾಗಿ ಡೈಲಿ ಬಂದವಾಗ ಈ ಕಡೆ ಬಂದವಾಗ ಎಲ್ಲ ಡೈಲಿ ಬಂದು ಇದು ಒಂದೊಂದು ಹಾಕೋ ನೆನಪಿಗಾಗಿ ನಾವು ಮಾಡಿ ಇಟ್ಟು ಹೋಗ್ತೀವಿ. ನಮ್ಮ ಮಗ ಬರ್ತೀಯ, ಇದು ಶಾಂತಿ ಅಣ್ಣ ತಮ್ಮ, ಶಾಂತಿ ತಮ್ಮ, ನಾ ಶಾಂತಿ ತಂದೆ, ಅದಕ್ಕೆ ನೆನಪಿಗಾಗಿ ಬಂದು ಮಾಡಿಟ್ಟು ಹೋಗ್ತೀವಿ ಅಷ್ಟೇ. ಬಂದು ಅವಾಗ ಮತ್ತು ಇವರು ಬಂಗಾರ ಎಲ್ಲ ರಾಶಿ ಉಂಟು ಇಲ್ಲಿ. ಇದರ ಬಂಗಾರ ಟ್ರಿಜರಿಯಲ್ಲಿ 1,10,000 ಇದೆ ಒಂದು ಕಡೆಗೆ, ಮತ್ತೊಂದು ಕಡೆಗೆ ಬಂಗಾರ ಸುಮಾರು ರೊಕ್ಕ ಎಲ್ಲ ಇದೆ. ಅದೆಲ್ಲ ಸಿಕ್ಕಿದ್ರೆ ನಮ್ಗೆ ಕೊಡ್ಲಿಕ್ಕೆ ಕೊಡ್ತೀವಿ ಅಂತ ಹೇಳ್ಯಾರೆ. ನೋಡ್ಬೇಕು ಹೆಂಗ್ ಮಾಡ್ತಾರೆ ಅಂತೇಳಿ. ಜಗನ್ನಾಥನ್ ಸಿಕ್ಕಿದೆ ಇಲ್ಲ ಏನು ನಂಬಿಕೆ? ಜಗನ್ನಾಥಂದ ಇಲ್ಲೇ ಇದೆ. ಜಗನ್ನಾಥ ಸಿಗ್ಲಿಲ್ಲ. ಕಡೆಗೆ ಲೋಕೇಶ್, ಕಡೆಗೆ ಅರ್ಜುನ್, ಅವ್ರು 3 ಇನ್ನೂ ಸಿಗ್ಲಿಲ್ಲ. ಅವ್ರು ಸಿಗ್ಬೇಕಿತ್ತು. ನಿಮಗೆ ಡೈಲಿ ಬಂದು ಏನು ಮಾಡುದು? ಡೈಲಿ ನೆನಪಿಗಾಗಿ ಉದ್ಬತ್ತಿ ಹಚ್ಚಿ ಒಂದು ಅವರಿಗೆ ಹೂ ಎಲ್ಲ ಇಟ್ಟು ಹೋಗ್ತೀವಿ ಅಷ್ಟೇ. ಜಗನ್ನಾಥನಲ್ಲ, ಶಾಂತಿ ದಾದ, ಶಾಂತಿ ತಂದೆ, ಶಾಂತಿ ಶ್ರೀನಿವಾಸ ಇಸ್ರ, ಶಾಂತಿ ಅವಂತಿಕಾ, ರೋಷನ್, ಲಕ್ಷ್ಮಣ ಅವ್ರದ್ದು ಫ್ಯಾಮಿಲಿ ನಾವು. ನಾವು ಶಾಂತಿ ಮಗಳು, ನಾವು ಶಾಂತಿ ಮಗಳು, ನನ್ನ ಮಗಳು ಶಾಂತಿ, ಅವರು ಅಳಿಯ ಮೊಮ್ಮಕ್ಕಳು. അതാണ് അദ്ദേഹം ഇവിടെ എല്ലാ ദിവസവും എത്തി. ഈ കുടുംബം തന്നെ മാനസികമായി അത്തരത്തിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി ജഗന്നാഥൻ തിരിച്ചു വരില്ല. അദ്ദേഹത്തിന്റെ വിശ്വാസപ്രകാരമായി ഇദ്ദേഹത്തിന്റെ ശാന്തിക്കായി ഇത്തരത്തിൽ വിളക്ക് കത്തിക്കുക. ആ ഗംഗാവലി പുഴ നമുക്ക് കാണാം. ഗംഗാവലി പുഴ ജഗന്നാഥനെയും കൊണ്ട് ഈ പുഴയുടെ അടിത്തട്ടിലോ അതല്ല ഈ മൺകൂനക്കടിയിലോ എവിടെയോ ഇത്തരത്തിൽ ജഗന്നാഥൻ ഉണ്ട് എന്ന ഒരു വിശ്വാസമാണ്. ഇവിടെയായിരുന്നു ലക്ഷ്മണന്റെ ആ കടയുണ്ടായിരുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ലക്ഷ്മണന്റെ കുടുംബം, അതായത് 5 പേരടങ്ങുന്ന കുടുംബം മുഴുവൻ ഈ അപകടത്തിൽ മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും 20 വർഷമായി ഈ ലക്ഷ്മണന്റെ കടയിൽ ജോലി ചെയ്യുകയായിരുന്നു. 3 പെൺമക്കളും ഭാര്യയുമടങ്ങുന്ന ആ കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു ഈ ജഗന്നാഥൻ ഇനി തിരിച്ചു വരില്ല എന്ന് മാനസികമായി ഇവർ ഉൾക്കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് എല്ലാ ദിവസവും വന്ന് ഇത്തരത്തിൽ ഈ അതേനത് സ്മോൾ ബോട്ടിൽ ജ്യൂസ്, അതായത് അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ ജ്യൂസ് എല്ലാ ദിവസവും കൊണ്ടുവന്ന് ഈ ജഗന്നാഥന്റെ ഈ സ്ഥലത്ത് ഇത്തരത്തിൽ ജ്യൂസ് കൊണ്ടുവന്ന് ഇവിടെ നൽകും. ഒപ്പം ഇത്തരത്തിൽ ചന്ദനത്തിരിയും കത്തിക്കും, ഒരു വിളക്കും കത്തിക്കും. ഇത് എല്ലാ ദിവസവും ഇദ്ദേഹം ചെയ്യുന്നതാണ്. അദ്ദേഹം ബന്ധുവാണ്. അവരുടെ കുടുംബം മുഴുവൻ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടെ എന്തായാലും മാനസികമായി ഈ കുടുംബം ഉൾക്കൊണ്ടിരിക്കുന്നു. ഇനി ജഗന്നാഥ് ഇല്ല എന്ന്. ഏതായാലും തിരച്ചിൽ അവസാന ഘട്ടത്തിൽ നടക്കുമ്പോഴും ഇതാണ് ശിരൂരിൽ നിന്നുള്ള വൈകാരികമായ രംഗങ്ങൾ. ക്യാമറാമാൻ അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം KV ബൈജു, ന്യൂസ് 18 ശിരൂർ.